ഇനി ഞാൻ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് കുറേ നാളായി, കുഞ്ഞുങ്ങളില്ലായിരുന്നു. 2 വർഷം തികഞ്ഞില്ല, 2 വർഷം ആകാറായി. മോൾക്ക് ഈ തുമ്മൽ സംബന്ധമായിട്ടുള്ള അലർജിയുടെ പ്രയാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലും 21 ദിവസത്തെ ഒരു ഉപവാസത്തിനിടയിൽ അവളും ഭർത്താവും കൂടെ ഇവിടെ വന്ന് പാസ്റ്ററുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ഗർഭം ധരിക്കുകയും ഇപ്പോൾ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. അതിനിടയിൽ ഞാൻ ഇവിടെ പ്രാർത്ഥനാ വിഷയം എഴുതി കൊടുത്തത് ഒരാൺകുഞ്ഞിനെ വേണമെന്നാണ് എഴുതി കൊടുത്തത്. അതുപോലെ ദൈവം ഒരാൺകുഞ്ഞിനെ ആരോഗ്യവും സൗഖ്യവുമുള്ള ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അതാണ് ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്, ഞാനിവിടെ വന്നപ്പോൾ മുതൽ, ഞാൻ വന്നിട്ട് 2 വർഷവും 2 മാസവും ആയി ഇവിടെ വന്നിട്ട്. അപ്പോൾ മുതൽ മോൻ വിദേശത്ത് പോകുമെന്ന് പാസ്റ്റർ പറയുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്കങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും വീണ്ടും ഇടയ്ക്കിടെ പറയുമായിരുന്നു. അതിനിടയിൽ മോന് കഴിഞ്ഞ മെയ് മാസത്തിൽ എറണാകുളത്തൊരു കമ്പനിയിൽ ജോലി ലഭിച്ചു. അപ്പം കമ്പനിയിലെ ജോലി വിഷമമാണ് എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, പിടിച്ചു നിൽക്കാൻ പറയണം, ആ കമ്പനിയിലൂടെ തന്നെ വിദേശത്തേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മോനോടും പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു, അത് വിശ്വസിച്ചു, ഞാൻ വിശ്വസിച്ചു. അതുപോലെ ഇപ്പോൾ അവന് വിദേശത്തേക്കൊരു വാതിൽ തുറന്നു. 1 മാസം ജപ്പാനിൽ പോയിട്ട് വീട്ടിൽ വന്നിട്ട് വീണ്ടും ഇനി 12-ാം തീയതി പോകാനിരിക്കുകയാണ്.